എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം കണ്ടു കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലോ, പിന്നെ എങ്ങനെയാ കുഞ്ഞുണ്ടാകുന്നൊക്കെ. അത് സച്ചിയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു, തനിക്കും രേവതിക്കും കുഞ്ഞുണ്ടാകുന്നൊക്കെ. അപ്പം ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ കഥ മുഴുവനും കണ്ടവർക്കറിയാം അതിന്റെ കാര്യം എന്തെന്ന്. പക്ഷെ ചിലർ വന്ന് കമന്റ് ഇടും, പക്ഷെ അവരത് കഥ മുഴുവൻ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ആ ഒരു തമ്പനയിൽ മാത്രം കണ്ടിട്ട് വന്ന് അവര് ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇന്ന് ഞാനിപ്പോ ഈ ഉച്ചയ്ക്ക് പറയുന്ന വിശേഷം ഇത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്, അടുത്ത ദിവസം വരുന്നുള്ളൂ. ഞാൻ ഇച്ചിരി അപ്ഡേറ്റ് ആയിട്ടാണ് പറയണേ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നതിന്റെ വിശേഷമാണ് നാളെ ഉച്ചയ്ക്ക് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് കണ്ടിന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം അതിന്റെ തുടർക്കഥയാന്നുള്ള കാര്യം. അപ്പൊ എല്ലാവരും അതിന്റെ ബാക്കി കണ്ടിട്ട് വന്ന് മാത്രം ഒന്ന് കമന്റ് ഇടുക കേട്ടോ. കാരണം ഫുള്ള് കണ്ടിട്ട് മാത്രം പറയണം കേട്ടോ. അല്ലെങ്കിൽ ചിലർ പറയും ഇത് പൊട്ടക്കഥയാ, നിങ്ങളെന്താ ഇങ്ങനെ പറയണേ, ഞങ്ങൾക്കറിയാം ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ. അങ്ങനെയൊക്കെ ചിലരൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ ഇങ്ങനെ പറയണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നലെ നമ്മൾ അവസാനം കണ്ടു ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് ചായ എടുത്തുകൊണ്ട് വരാണ്ട് ചന്ദ്രമതി പറയാ. ഈ സമയം രേവതി വല്ലാത്തൊരു ഇതിലായിരുന്നു. കാരണം രേവതിക്കാണെങ്കിൽ സ്വപ്നമാണോ നടന്നതെന്ന് പോലും ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു ശാന്തി മുഹൂർത്തം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നാണത്തോടു കൂടിയാണ് രേവതി നടക്കുന്നത്. ഈ സമയം ഇതെല്ലാം ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് ചന്ദ്രമതിക്ക് കൊണ്ടുവന്ന് ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം ശ്രീകാന്തും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ രവീന്ദ്രന് ശ്രീകാന്തിന് ചായ കൊടുത്തു. അപ്പൊ ചായ ഇച്ചിരി കുടിച്ചു നോക്കിയിട്ട് ചന്ദ്രമതി പറഞ്ഞു, ഇതാണോ ചായ? ഇതെന്താ ഇതൊരു പാത്രം മൊത്തം കലക്കിയിട്ടുണ്ടല്ലോ പഞ്ചസാര ഇതിനകത്തേക്ക്, ഇങ്ങനെയാണോ ചായ എടുക്കണം ചോദിച്ചുകൊണ്ട് രേവതിനെ ചീത്ത പറയാ. പെട്ടെന്ന് രേവതി ഇല്ലമ്മേ, ഞാൻ പഞ്ചസാര കൃത്യമായിട്ട് ഇട്ടിട്ടുള്ളൂ. പെട്ടെന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു, എടാ മോനെ നീ ഒന്ന് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞെന്ന് പറയണം. ശ്രീകാന്ത് കുറച്ച് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അതമ്മേ ഇതിനകത്ത് പഞ്ചസാര ഇച്ചിരി കൂടുതലാണ് എന്ന് പറയാൻ വന്നപ്പോ രവീന്ദ്രൻ പറഞ്ഞു, കൂടുതലൊന്നുമില്ല, നീ ശരിക്കും ഒന്ന് കുടിച്ചു നോക്കാൻ പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, കൂടുതലൊന്നും ഇല്ലമ്മേ, അത് അമ്മയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയാം. ചന്ദ്രമതിക്ക് സംശയം, ഇനിയിപ്പോ തനിക്കാണോ കുഴപ്പം അതോ ഇവർക്കാണോ കുഴപ്പം. രവീന്ദ്രൻ പറഞ്ഞു, നല്ല കോഫിയാണല്ലോ ഇങ്ങ് തന്നേന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതിനെ മേടിച്ച് കുടിക്കുകയാണ്. നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇനി ഒരു കുഴപ്പമില്ലെന്ന് പറയണേ. കൃത്യമായിട്ടുള്ള മധുരമെന്ന് പറയാണ്. രേവതിനെ രക്ഷിക്കുകയോ ചെയ്യുന്നേ. അപ്പൊ ചന്ദ്രമതിക്ക് കൺഫ്യൂഷൻ. ചന്ദ്രമതി ഓർത്ത് ഇവരെല്ലാരും കൂടെ തനിക്കിട്ട് പണി തരുന്നതെന്ന് മനസ്സിലായി. ഈ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പൊ അവരെ കണ്ടപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അതെ ഇവിടെ ഇരിക്കുക, അമ്മ പോയി ചായ എടുത്തിട്ട് വരാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല അമ്മ എവിടെ ഇരുന്നു രേവതി, എനിക്കൊരു ഗ്ലാസ് ചായ തരാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അതിനെന്താ ഞാൻ എടുത്തോണ്ട് വരാന്ന് പറയണം. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, നീ എടുത്തോണ്ട് കൊടുക്കൊന്നും വേണ്ട. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെന്താ അമ്മേ, അവളെടുത്താല്? എന്റെ പൊന്നുമോനെ, അവൾ എടുത്തോണ്ട് തരുന്ന ഇത് ചായ അല്ലത്, ഇതൊന്ന് കുടിച്ചു നോക്ക്. എന്റെ പൊന്നെ, പഞ്ചസാര വെള്ളം കലക്കിയതാന്ന് പറയാ. പഞ്ചസാര വെള്ളം കലക്കിയതോ? അങ്ങനെ വരാൻ വഴിയല്ലോ. ശ്രുതിക്ക് ആകെപ്പാട് കൺഫ്യൂഷൻ. പെട്ടെന്ന് ശ്രുതി ഇച്ചിരി കുടിച്ചു നോക്കിയോ ഭയങ്കരമായിട്ട് പഞ്ചസാരയുടെ മാത്രമേ ഉള്ളൂ, വേറെ ചായയുടെ ഒരു ടേസ്റ്റും ഇല്ല. ഇതെന്താ അമ്മേ, ഇത് മധുരം കളിക്കൊണ്ട് വന്നോണം നിൽക്കും. എടാ മോനെ, അതാ ഞാൻ ഇവരോട് പറഞ്ഞേ, പക്ഷെ ഇവര് വട്ടം നിന്ന് തർക്കിക്കുക. ശ്രീകാന്ത് നിന്റെ അച്ഛനും കൂടെ കൂടിയിട്ട് അങ്ങനെയൊന്നുമല്ല, നല്ല കോഫിയാന്നാ പറയണേന്ന് പറയാ. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, ഓഹോ, അപ്പൊ എന്ത് കോഫി കൊണ്ട തന്നാലും നിങ്ങൾ രേവതിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഇവിടെ എന്താ കുഴപ്പമിരിക്കുന്നേ, ചായക്ക് എത്തിച്ച മധുരം കൂടിപ്പോയി, അതിപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. അതിന് മാത്രം മധുരം കൂടുതലൊന്നും ഇല്ലോ, കുടിക്കാൻ പാത്രമൊക്കെ ഉള്ളൂ, ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതി കേട്ടോ, അവൻ പ്ലേറ്റ് മാറ്റുന്ന കേട്ടോ. ഇത്ര സമയം അവൻ മധുരം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാ, പെട്ടെന്ന് അവൻ പറഞ്ഞു കേട്ടില്ലേ. അവൻ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. അവൻ അവന്റെ ഏട്ടത്തിയമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുള്ളൂ എന്ന് പറയാം. ഇവിടെ കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടുപിടിക്കുന്നവരായിരിക്കും അവസാനം കുറ്റക്കാരായിട്ട് മാറുന്നത്. ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, രാവിലെ തൊട്ട് തുടങ്ങിയതാ, നേരം കൊണ്ട് അവൾക്കൊരു ചായ പോലും എടുക്കാൻ അറിയത്തില്ലെന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യാ, നീ അങ്ങോട്ട് പോയി എടുത്താ പോരെ, പിന്നെ നീ എന്തിനാ രേവതിയോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഓ എനിക്ക് എടുക്കാൻ അറിയാം, ഞാൻ എടുത്തോളാന്ന് പറയാണ്. ഇനി എനിക്ക് ഇവള് ചായ ഇട്ടോണ്ട് തരണ്ട. ഇങ്ങനെ ഇവള് ചായ ഇട്ടോണ്ട് തന്ന 2 ദിവസത്തിൽ മിക്കവാറും ഞാൻ ഷുഗർ വന്ന് ചത്തുപോകും. ഇവളുടെ ആഗ്രഹം അതായിരിക്കും, ഞാൻ ഷുഗർ വന്ന് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകണം എന്നുള്ളത്. ആ ആഗ്രഹം എന്താളും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാം. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വന്നു. സച്ചി വന്ന് രേവതി പറഞ്ഞു, ഞാൻ ചായ എടുത്തോണ്ട് വരട്ടെന്ന് ചോദിക്കും. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, എടുത്തോണ്ട് കൊടുക്ക്, ഭർത്താവിന് തന്നെ എടുത്തോണ്ട് കൊടുക്ക്, ഇപ്പൊ എടുത്തേ കൂടെ തന്നെ ചായ എടുത്തോണ്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ കാര്യമുള്ളെന്ന് പറയാം. ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് സച്ചി ചോദിക്കുക. നീ എന്താണ് ദേഷ്യപ്പെടുന്നേ? ഇവിടെ മനുഷ്യൻ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് വന്നിരിക്കുമ്പോഴാണ് ഒരു ചായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നേ. രവീന്ദ്രൻ ചോദിച്ചു, എന്താ സച്ചി, നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഓ അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ സത്യം പറയുമെന്ന് ചോദിക്കും. അല്ല എന്ത് കാര്യം നിനക്ക് ചോദിക്കാളെ? അല്ല ഈ അച്ചമ്മയ്ക്കും
അച്ഛനും എത്ര കാലം കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലത്തിന് ശേഷം അച്ഛനുണ്ടായെന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും രവീന്ദ്രൻ ഒന്ന് നന്തം വിട്ടു. രവീന്ദ്രൻ പറഞ്ഞു, അതിപ്പോ ഞാൻ എങ്ങനെയാണ് പറയണേ, അത് അവരോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുക. അല്ല ഇപ്പോഴെന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്? ഈ സമയം രേവതിയും ചന്ദ്രമതി എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. രേവതിക്ക് പെട്ടെന്നൊരു ടെൻഷനുണ്ട്. ദൈവമേ, എന്താണോ ഇത് സച്ചിയാണ് നീ പറയാൻ പോകുന്നേ? എന്നാടാ നിനക്ക് എന്ത് പറ്റി? എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്കറിയില്ല എന്ന് പറയണ അതിനെക്കുറിച്ച്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, എന്നാ വേണ്ട, അത് വേണ്ട. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അമ്മയ്ക്കും അച്ഛനും കൂടെ ആദ്യം സുധിയല്ലേ ഉണ്ടായത്? സുധി നിങ്ങളുടെ കല്യാണത്തിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാ സുധി ജനിച്ചതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യ, നീ എന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാന്ന്. കൃത്യമായിട്ട് നിന്റെ അമ്മ പറഞ്ഞു തരുമെന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി. ഇവനെന്നെ ഭ്രാന്ത് പിടിച്ചതുള്ള രീതിയിലായിരുന്നു ചന്ദ്രമതി നോട്ടം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, എടാ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഒരു 10-11 മാസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായെന്ന് പറയാം. 11 മാസം. അപ്പൊ 11 മാസം കഴിഞ്ഞ കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാം. എന്താണ് നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇവനെന്തോ ഭ്രാന്ത് അളകിയിട്ടാണെന്ന് തോന്നേ, രാവിലെ എഴുന്നേറ്റ് വന്ന് കണ്ടില്ലേ പിച്ചും പയ്യൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു, കുഞ്ഞുങ്ങൾ എപ്പോഴാ ഉണ്ടായെന്നൊക്കെ. ഈ സമയം രേവതിക്ക് കാര്യം മനസ്സിലായി. രേവതി പെട്ടെന്ന് പറഞ്ഞു, അതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, ഇങ്ങോട്ട് വാ, പോകാൻ സമയമല്ലേ നിൽക്കും. രേവതി അവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് സംശയങ്ങളും കൂടെ ഉണ്ട്, ഞാനത് ചോദിക്കട്ടെ എന്ന് പറയണം. ശ്രുതിയൊക്കെ പരസ്പരം നോക്കുകയാണ്. അവർക്ക് എന്നാന്ന് പോലും മനസ്സിലായില്ല. ശ്രീകാന്ത് ഓർത്തു, ഏട്ടൻ ഇത് എന്തു പറ്റി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? രവീന്ദ്രൻ പറഞ്ഞതേ, നിന്റെ സംശയങ്ങളൊക്കെ പിന്നെ തീർത്തരാം, ഇപ്പൊ നീ പോയി റെഡിയാ നോക്ക്, നിനക്ക് ഇന്ന് ഓട്ടോ ഉള്ളതല്ലേന്ന് ചോദിക്കും. അല്ലച്ചാ എനിക്ക് കൂടുതലൊന്നും പറയണ്ട, പോവാന്നൊക്കെ പറയണം. രേവതി പറഞ്ഞു, വന്നേ സമയം പോവില്ലേ, വാന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ്. പെട്ടെന്ന് രേവതിയുടെ ദേഹത്ത് അറിയാവുന്നത് സച്ചി മുട്ടി. അയ്യോ സോറി കേട്ടോ രേവതി, ഞാൻ അറിയാതെ തട്ടിയതാട്ടോ, അറിഞ്ഞുകൊണ്ടൊന്നും അല്ല നമ്മൾ സോറി പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാടാ ഇതിന് മാത്രം സോറി പറയണേ? നിന്റെ ഭാര്യയല്ലേ അവള്, അവളുടെ ദേഹത്തുനിന്ന് മുട്ടിയെന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവരെന്തോ ഒരു കുഴപ്പമുണ്ട്, അവന് മാത്രമല്ല അവൾക്കും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. ഇതൊന്നും കേൾക്കാൻ സച്ചി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. പിന്നെ രേവതി അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞതേ, എനിക്കിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ സമയമില്ല, ഞാനും അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും കൂടെ അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം രേവതി ചന്ദ്രമതി ചോദിച്ചു, അല്ല രേവതി അല്ല ശ്രുതി ചന്ദ്രമതിയോട് ചോദിച്ചു, അല്ല രേവതിക്ക് എന്ത് പറ്റിയുമെന്ന് ചോദിക്കുകയാണ്. അവൾക്ക് എന്ത് പറ്റാനായിട്ടാ, രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചായക്കകത്ത് മൊത്തം ഒരു ടീന് പഞ്ചസാര മുഴുവൻ എടുത്തോണ്ട് ഇട്ടാ ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴോ അവൾക്ക് ഒരു കുലുക്കവും ഇല്ല, അവൾ ഈ ലോകത്തെങ്ങും അല്ലാന്ന് പറയാം. അല്ല വേറെ എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി ഓർത്തു, ദൈവമേ ഇനി അടുത്താത്ത എന്തേലും സംഭവിച്ചോ? ഇനി അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പണി പാളും. പെട്ടെന്ന് ശ്രുതിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. മോളെ അവിടെ നിൽക്കാൻ പറയണേ. എന്താമ്മേ? അല്ല മോളെ ഒരു കാര്യം പറയാനുണ്ട്. എന്തമ്മേ? നിങ്ങളെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പം ആദ്യം നിങ്ങൾക്ക് വേണം കുഞ്ഞു പറക്കാനായിട്ട്. ഒരു പക്ഷേങ്കില് രേവതിക്ക് സച്ചിക്കും കുഞ്ഞു പറക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറക്കണമെന്ന് പറയാം. അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല അതെന്റെ ഒരു ആഗ്രഹം മോളേന്ന് പറയണം. അല്ലമ്മേ പെട്ടെന്നൊക്കെ ഏതാഗ്രഹം, ഈ കുടുംബത്തിലേക്ക് ഈ തറവാട്ടിലേക്ക് ആദ്യം വരേണ്ട നിങ്ങളുടെ കുഞ്ഞായിരിക്കണം വരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ്. ശ്രുതിക്ക് ഒരു വല്ലായ്മയൊക്കെ തോന്നി, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഓർത്ത്. പിന്നീട് മുറിയിലേക്ക് ചെന്നിട്ട് സച്ചി ഫ്രഷ് ആയിട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറി പോവാ. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി സച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചപ്പം സച്ചി ആ ഡ്രസ്സ് കൊണ്ട് ചോദിച്ചു, ഇതെന്താ പതിവില്ലാത്ത വിധം എനിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? അല്ല ഇതിട്ടോണ്ട് പോയാൽ മതി എന്ന് പറയുന്നത്. അതെന്ത് പറ്റി ഇന്ന് അങ്ങനെ ഒരു പ്രത്യേകത എന്താ? പ്രത്യേകതയൊന്നും ഇല്ലാന്ന് പറയണം. ശരി ഞാൻ ഇടാന്ന് പറയണം. അതൊരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമെന്ന് ചോദിക്കും. എനിക്ക് ഡ്രസ്സ് മാറാണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രേവതിക്ക് ഒരു ചിരി വന്നു. കാരണം ഇന്നലെ ആദ്യരാത്രി ആഘോഷിച്ച രണ്ടുപേരും കൂടെ. പക്ഷെ രാവിലെ ആയപ്പോഴോ സച്ചിക്ക് ഭയങ്കര നാണം. പക്ഷെ രേവതി ഒന്നും ഭാവിച്ചില്ല. രേവതി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ സച്ചി ഡ്രസ്സൊക്കെ ഇട്ടു, പാൻറ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. രേവതി തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ഇട്ടണാണോ പോണേന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് സച്ചിയുടെ കയ്യിലൊക്കെ അങ്ങ് പിടിച്ചിട്ട് കൈയൊക്കെ അങ്ങോട്ട് മടക്കി വെക്കാം, കൈയൊക്കെ ഇങ്ങനെ വലിച്ചിടാൻ നോക്കി. പിന്നീട് ഇൻസേർട്ട് ചെയ്യാനും പറഞ്ഞുകൊണ്ട് ഷർട്ട് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ഇത് കണ്ടും സച്ചി ചോദിച്ചു, നീ എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കും. എന്താ? അല്ല നീ എന്ത് ചെയ്യാൻ വന്ന? അയ്യോ ഞാനൊന്നും ചെയ്യാൻ വന്നതല്ല, ഞാൻ ആ ഷർട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ വന്നതെന്ന് പറയും. എന്റെ പൊന്നോ, ഇൻസേർട്ട് ഒന്നും ചെയ്യണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ല, ഞാൻ നോർമൽ സ്റ്റേജിലാണ് പോകുന്നത്, ഞാനേ വണ്ടി ഓടിക്കാനാ പോകുന്നത്, അല്ലാതെ കളക്ടർ ഉദ്യോഗത്തിന് പോകുന്നല്ലെന്ന് പറയും. ഓ അങ്ങനെയാണോ? അന്നും വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, ഡ്രൈവർമാർക്ക് ഇൻസേർട്ട് ചെയ്യുന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നല്ല വൃത്തിക്കും വെടിപ്പിനും നടക്കണമെന്ന് പറയാം. ഇത് കേട്ട് സച്ചി പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നേ, ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു പറയാം. അല്ല എൻ്റെ ഒരു ആഗ്രഹം. എന്ത്? ഇൻസേർട്ടൊക്കെ ചെയ്തൊന്ന് പോകണം, എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറയും. പിന്നെ അവളുടെ ഒരു ആഗ്രഹം, അന്ന് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് നാണമെന്ന് പറയണം. എന്തിനാ നാണിക്കുന്നേ? എന്നാൽ ഡീസൻ്റ് ആയിട്ട് പോയാൽ എന്നെ കുഴപ്പമിരിക്കണേ, ഇൻസേർട്ട് ചെയ്യാൻ പറയണം.
അവസാനം സച്ചി പറഞ്ഞു ശരി ഇൻസേർട്ട് ചെയ്യാം, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ ഇൻസേർട്ട് ചെയ്ത് വന്നേക്കാന്ന് പറയണം. അങ്ങനെ രേവതി ഹാളിലേക്ക് പോവാണ്. അതിനുശേഷം സച്ചി ഇൻസേർട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം രേവതി അമ്പരന്ന് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു സച്ചിനെ കാണാനായിട്ട്. പെട്ടെന്ന് രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അതെങ്ങ് നോക്കാൻ പറയണേ. രവീന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാരോടാ, നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാനെന്ന് പറയണം. ആ സമയത്താണ് ചന്ദ്രമതി ഇത് കാണുന്നത്. ഇത് കണ്ടതും ചന്ദ്രമതി പറഞ്ഞു കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, മറ്റേ പാടത്ത് കൊണ്ട് കോലം വെക്കുന്ന പോലെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് സച്ചിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പെട്ടെന്ന് ഏതൊരു അമ്മ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ, നല്ല ഭംഗിയുണ്ട് സച്ചിയാണ് അങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോ. പിന്നെ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലെയിൻ ഓടിക്കാൻ പോകുന്ന പോലെ നിൽക്കുന്ന നിപ്പ് കണ്ടല്ലെന്ന് വെക്കാണ്. നീ ഡ്രൈവർ പണിക്ക് തന്നെയല്ലേ പോണേ, അല്ലാതെ പ്ലെയിൻ ഓടിക്കാൻ പോകുന്നല്ലോ. എന്ത് പറയാനെന്ന് പറ, ആടിനെ മേയ്ക്കാൻ പോകുന്നവന് ഇപ്പോഴും ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടോണ്ടാ പോകുന്നത്, പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് ചന്ദ്രമതി പറയാ. ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു അമ്മ എന്തിനമ്മ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയണേ, ഓരോരുത്തർ ഏത് ഡ്രസ്സ് ഉണ്ടോ എങ്ങനെ ധരിക്കണം എന്നൊക്കെ അത് അവനവന്റെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടങ്ങളല്ലേ, അതിനകത്ത് അമ്മ എന്തിനാ കൈകടത്താൻ പോണേ, സച്ചിയാണ് അങ്ങനെ ഇട്ടത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു നല്ല ഭംഗിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു പിന്നെ കൊള്ളാൻ ഭയങ്കര ഭംഗി തന്നെ, അവരെ പോക്ക് കണ്ടിട്ട് അവന് വലിയ ഏതാണ്ട് ഉദ്യോഗത്തിന് പോകുന്ന പോലെ ഉണ്ട്. എടാ നീ ഡ്രൈവർ പണിക്ക് തന്നെയല്ലേ പോണേന്ന് ചോദിക്കുക. എല്ലാരും കൂടെ ആക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു. രവീന്ദ്രനും ശ്രീകാന്തനും എല്ലാം വന്നു. പക്ഷെ സച്ചി എന്ത് ചെയ്താ, സച്ചി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. സച്ചി പറഞ്ഞു അതേ ഞാൻ ഡ്രൈവർ പണിക്ക് തന്നെയാ പോകുന്നേ, പക്ഷേങ്കിലേ ഞാൻ ഡ്രൈവർ പണിക്ക് പോയിട്ട് എന്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിച്ച ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതെനിക്ക് ഇഷ്ടമുള്ളവളെയും ധരിക്കും, അല്ലാതെ ആരുടെ ഓസിലൊന്നും അല്ല, എന്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാന്ന് പറയാം. ഇവിടെ ചിലരൊക്കെ ഉണ്ട് വേറുള്ളവർ അധ്വാനിക്കുന്നതും കൊണ്ട് ഓസി മേടിച്ച് ഷർട്ടും പാൻസും ഒക്കെ ഇടുന്നേ. അത് സുധിന് ഉദ്ദേശിച്ച് പറഞ്ഞു തന്നെയാണ്. അത് സുധിക്ക് മനസ്സിലാവുകയും ചെയ്തു. സുധിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സുധി പിന്നെ ഒന്നും ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു വെറുതെ എന്തിനാടാ അവന്റെ വായിരിക്കുന്ന ചോദിച്ചു മേടിക്കുകയല്ലേ ചെയ്തേ, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെ, അവൻ അവന്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് അടിച്ചുകൊണ്ട് പോയാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അതെ അവിടെ നിന്നി, ഇതെങ്ങനെ നീ ഈ വിഷം നയിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നിന്റെ അച്ചമ്മയ്ക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ, അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറയാം. അങ്ങനെ സച്ചി പോസ് ചെയ്യുവാണ്. അങ്ങനെ സച്ചിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് രേവതിനും കൂടെ ചേർത്തിയിട്ട് ഫോട്ടോയൊക്കെ എടുക്കണം. ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്ക്. ശ്രുതിയും കൂടെ പരസ്പരം അങ്ങോട്ട് നോക്കുകയാണ്. പിന്നീട് സച്ചി പറഞ്ഞു മതി മതി എനിക്ക് പോകാൻ സമയം, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രേവതി ഇതെന്ത് പോക്കാ പോകുന്നത്, ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അത് വേണ്ട സമയമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിൽക്കാനും പറഞ്ഞ് രേവതി പെട്ടെന്ന് ഒരു പ്ലേറ്റിനകത്തേക്ക് പൂരിയും കറി എടുക്കുവാണ്. പൂരിയും കറി എടുത്തിട്ട് കഴിക്കാൻ പറയണം. വേണ്ട എനിക്ക് സമയമില്ല എന്ന് പറയും. അന്ന് അവിടെ നിൽക്കാൻ വേണ്ടി രേവതി എന്ത് ചെയ്യണം, അത് വാരി സച്ചിയുടെ വായിലേക്ക് കൊടുക്കണം വാ വിളിക്കാൻ പറഞ്ഞിട്ട്. ഇത് കണ്ട് ഒരു നിമിഷം ചന്ദ്രമതി ശ്രുതിക്ക് അമ്പരന്ന് പോവാണ്. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്. ഈ സമയം സച്ചി പറഞ്ഞ് മതി എന്ന് പറയാണ്. വേണ്ട വേണ്ട ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുവാണ്. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് സമനില തെറ്റിയപോലെ നിൽക്കുന്നത് ചന്ദ്രമതി രേഖ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ വരും കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.